കോഴിക്കോട് ഉള്ളിയേരിയിൽ യുവാവിന് പാമ്പുകടിയേറ്റു. പുതിയോട്ടിൽ സുധീഷിനെയാണ് വീട്ടുമുറ്റത്ത് വെച്ച് പാമ്പ് കടിച്ചത്. വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടുമുറ്റത്ത് എത്തിയപ്പോഴാണ് പാമ്പുകടിയേറ്റത്. കടിച്ച പാമ്പിനെ കണ്ടെത്താനായില്ല. സുധീഷിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. രാഹുൽ കെ വി വിവരങ്ങളുമായി. രാഹുൽ, ഒന്നിനു പിറകെ ഒന്നായി ഈ പാമ്പുകടിയുടെ വാർത്തകൾ വരുമ്പോൾ അത് ആശങ്കയുണ്ടാക്കുന്നതാണ് സ്വാഭാവികമായും. പക്ഷേ ഇത് സാധാരണ മട്ടിലും ഒരുപക്ഷെ സംഭവിക്കുന്നതായിരിക്കാം. ഈ കോഴിക്കോട്ട് എന്താണ് സംഭവിച്ചത്? ഈ യുവാവിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? ശ്രീജ, കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 2 പേർക്കാണ് പാമ്പ് കടിയേറ്റിട്ടുള്ളത്. ഇതിനകത്ത് ഏറ്റവും അവസാനമായി ഉണ്ടായതാണ് ഉള്ളിയേരിയിലേത്. പുതിയോട്ടിൽ സുധീഷ് 42 വയസ്സുകാരനാണ് പാമ്പിന്റെ കടിയേറ്റത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉള്ളത്. ആരോഗ്യനിലയിൽ അത്ര കാര്യമായ പ്രശ്നങ്ങളില്ല എന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയുന്നത്. എങ്കിലും പരിശോധനകളൊക്കെ തന്നെ പുരോഗമിച്ചു വരികയാണ്. വൈകിട്ടാണ് പാമ്പിന്റെ കടിയേൽക്കുന്നത്. വീട്ടുമുറ്റത്ത് വെച്ച് തന്നെ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ സമയത്താണ് ചെറുവിരലിന് പാമ്പ് കടിച്ചു എന്നാണ് സുധീഷ് പറഞ്ഞത്. ഉടനെ തന്നെ വേദനയെടുത്ത് ഉടനെ തന്നെ കാൽ കുടഞ്ഞു. ഈ സമയത്ത് പാമ്പ് ദൂരേക്ക് തെറിച്ചു പോയി എന്നുകൂടിയാണ് സുധീഷ് അറിയിക്കുന്നത്. ഒപ്പം പാമ്പിനെ പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏത് പാമ്പാണ് കടിച്ചതെന്ന് തിരിച്ചറിയാനും പറ്റിയിട്ടില്ല. ഏതായാലും ചികിത്സയിലാണ്. സ്ഥലത്ത് പരിശോധന കൂടി ഈ കൂട്ടുകാരൊക്കെ ചേർന്ന് ബന്ധുക്കളൊക്കെ ചേർന്ന് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഏത് പാമ്പാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി. ഉള്ളേരിയിൽ തന്നെ ഇന്ന് രാവിലെ ഈ വീടിന്റെ ഏകദേശ സമീപത്തായി തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലിക്കിടെ പെരുമ്പാമ്പിനെ കണ്ട സംഭവം കൂടി തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും അതീവ ആശങ്ക തന്നെയാണ് പാമ്പ് കടികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലുള്ളത്. ശ്രീജ, ശരി. രാഹുലാണ് വിവരങ്ങൾ നൽകിയത്.